തൃശൂരിന്റെ മണ്ണിൽ നിന്ന് കേൾക്കുന്നത് കേവലം ഒരു സ്ഥാനാർത്ഥി തർക്കമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മൂല്യച്യുതിയുടെ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. എനിക്ക് പണം പിരിച്ചു നൽകാൻ കഴിയില്ല, അതുകൊണ്ട് എന്നെ വേണ്ട. സ്വന്തം പാർട്ടിയുടെ സിറ്റിംഗ് MLA തന്നെ ഗദ്ഗതത്തോടെ ഇത് പറയുമ്പോൾ വിറയ്ക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ അഴിമതി രാഷ്ട്രീയ മുഖം കൂടിയാണ്. എനിക്ക് പണം പിരിച്ചു നൽകാൻ കഴിയില്ല, അതുകൊണ്ട് എന്നെ വേണ്ട. സ്വന്തം പാർട്ടിയുടെ സിറ്റിംഗ് MLA തന്നെ ഗദ്ഗതത്തോടെ ഇത് പറയുമ്പോൾ വിറയ്ക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ അഴിമതിരഹിത മുഖം കൂടിയാണ്. നാട്ടികയിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? CPI എന്ന പാർട്ടി വിപ്ലവത്തിന് പകരം കച്ചവടത്തിനാണോ മുൻഗണന നൽകുന്നത്? പേയ്മെന്റ് സീറ്റ് എന്ന കൊടും അഴിമതി ആരോപണം സ്വന്തം MLA തന്നെ ഉയർത്തുമ്പോൾ മറുപടിയില്ലാതെ ഉഴറുകയാണ് നേതൃത്വം. ഈ തെരഞ്ഞെടുപ്പിൽ നാട്ടിക മണ്ഡലം ഇടതുകോട്ടയിൽ നിന്ന് UDFന്റെ കൈകളിലേക്ക് മറിയുമോ? നമുക്ക് പരിശോധിക്കാം. നാട്ടികയിലെ ജനകീയനായ MLA ആയിരുന്നു CC മുകുന്ദൻ. എന്നാൽ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ അദ്ദേഹം പുറത്ത്. പകരം വരുന്നത് മുൻപ് 2 തവണ MLA ആയിരുന്ന ഗീതാ ഗോപി. എന്തുകൊണ്ട് മുകുന്ദനെ മാറ്റി? അദ്ദേഹം തന്നെ അതിനുള്ള ഉത്തരം നൽകുന്നുണ്ട്. പാർട്ടിക്ക് പണം പിരിച്ചു നൽകാൻ തനിക്ക് കഴിയില്ലത്രേ. എന്നാൽ ഗീതാ ഗോപിക്ക് അതിനുള്ള വലിയ സാമ്പത്തിക സ്വാധീനമുണ്ടെന്നും അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സീറ്റ് നിശ്ചയിക്കുന്നത് പ്രവർത്തന മികവ് നോക്കിയല്ല, മറിച്ച് പാർട്ടി ഫണ്ടിലേക്ക് എത്ര കോടികൾ എത്തിക്കാൻ കഴിയുമെന്ന് നോക്കിയാണെന്ന ഈ വെളിപ്പെടുത്തൽ കേരള രാഷ്ട്രീയത്തിനെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ഇത് മുകുന്ദന്റെ മാത്രം പ്രശ്നമല്ല, താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കിടയിലും വലിയ പ്രതിഷേധം ഇരമ്പുകയാണ്. 2 തവണ MLA ആയിരുന്നപ്പോൾ ഗീതാ ഗോപിക്കെതിരെ ഉയർന്ന ഭരണവിരുദ്ധ വികാരവും അഴിമതി ആരോപണങ്ങളും ഇപ്പോഴും ജനമനസ്സിലുണ്ട്. അത് മറികടന്ന് അവരെ വീണ്ടും കെട്ടിയിറക്കിയത് പാർട്ടിക്കുള്ളിലെ പണക്കൊഴുപ്പിന്റെ സ്വാധീനമാണെന്ന് അണികൾ പോലും വിശ്വസിക്കുന്നു. ഒരു സാധാരണ പ്രവർത്തകന് വിയർപ്പൊഴുക്കി കെട്ടിപ്പടുക്കാവുന്നതല്ല ഇന്നത്തെ CPI എന്ന ഈ സംഭവം തെളിയിക്കുന്നു. ആദർശങ്ങൾ പണയപ്പെടുത്തിയ ഒരു നേതൃത്വത്തിന് കീഴിൽ നാട്ടികയിലെ ഇടതു വോട്ടുകൾ ഇത്തവണ ചോരുമെന്ന് ഉറപ്പാണ്. ഇടതുപക്ഷം തല്ലിപ്പിരിയുമ്പോൾ നാട്ടികയിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് UDFിലേക്കാണ്. പണത്തിനും സ്വാധീനത്തിനും വേണ്ടി സീറ്റുകൾ ലേലം വിളിക്കുന്ന ഒരു മുന്നണിയെ ജനങ്ങൾ എന്തിനു വിശ്വസിക്കണം? വികസനത്തിന് പകരം വിവാദങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ഈ ഭരണം അവസാനിക്കണമെന്ന് നാട്ടിക ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കുറെ കാലമായി നാട്ടിക നേരിടുന്ന അവഗണനകൾക്ക് ഒരു പരിഹാരം കാണാൻ ശുദ്ധമായ രാഷ്ട്രീയവും ജനകീയ മുഖവുമുള്ള ഒരു UDF സ്ഥാനാർത്ഥിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. CC മുകുന്ദൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചാൽ ഇടതു വോട്ടുകൾ നെടുകെ പിളരും. ഇത് UDFന് വലിയൊരു രാഷ്ട്രീയ വിജയത്തിലേക്ക് വാതിൽ തുറക്കുകയാണ്. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടമായി നാട്ടിക മാറിയിരിക്കുന്നു. അഴിമതിക്കും പേയ്മെന്റ് സീറ്റ് സംസ്കാരത്തിനുമെതിരെയുള്ള ജനവിധിയാകും ഇത്തവണ അവിടെ ഉണ്ടാവുക. വോട്ട് ചോദിച്ചു വരുന്ന ഇടതുപക്ഷക്കാരോട് സീറ്റ് എത്ര രൂപയ്ക്കാണ് വിറ്റത് എന്ന് ചോദിക്കാൻ ജനങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. ആദർശം പണയപ്പെടുത്തിയ CPIക്ക് നാട്ടികയിലെ മണ്ണ് ഇത്തവണ മാപ്പ് നൽകില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്ന അവരുടെ കൂടെ നിൽക്കുന്ന UDF നേതൃത്വത്തിന് ഈ സാഹചര്യം കൃത്യമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പണത്തിന് മുകളിലല്ല ജനഹിതമെന്ന് തെളിയിക്കാനുള്ള അവസരമാണ് നാട്ടികയിലെ വോട്ടർമാർക്ക് ഇനിയുള്ളത്. അഴിമതിയുടെ കറപുരണ്ട പേയ്മെന്റ് സീറ്റുകളെ ജനങ്ങൾ തള്ളിക്കളയുമോ, അതോ CPIയിലെ ഈ പൊട്ടിത്തെറി ഇടതുപക്ഷത്തിന്റെ അന്ത്യത്തിന് തുടക്കമാകുമോ? മാറ്റത്തിന്റെ ശംഖുലി മുഴങ്ങുന്നത് നാട്ടികയിൽ നിന്നാണ്. അത് കേരളം മുഴുവൻ പടരുമെന്ന കാര്യത്തിൽ സംശയമില്ല.